ഇനി ഇത് കൂടാതെ സിനുവിന് വേറെ കുറെ കഴിവുകൾ ഉണ്ടെന്ന് ഞാൻ അറിഞ്ഞു. മിമിക്രി അപ്പൊ സ്റ്റേജിൽ എവിടെയെങ്കിലും ചെയ്തിട്ടുണ്ട്? ഞാൻ എൻ്റെ അണ്ണാൻ സൗണ്ട് എന്ന് പറഞ്ഞിട്ട് നാട്ടിൽ മൊത്തം ചെറിയ പുള്ളെല്ലാം എന്നെ കളിയാക്കുന്നുണ്ട്. പുറത്തൊന്നും ചെയ്യാൻ കഴിയുന്നില്ല. നല്ല ബേജാറായിനതാ. അതുകൊണ്ടില്ലേ നമുക്ക് ഇതിനോട് ശത്രുവൊന്നും ഇല്ല. ഇനി അപ്പൊ എന്തിലും ഫോക്കസ് ചെയ്യാനാ? സിനിമയിൽ അഭിനയിക്കാൻ ഇഷ്ടമാണ്? പണ്ടൊക്കെ കുറേ പൈസക്ക് കളഞ്ഞതാ. ഈ സിനിമയിൽ അഭിനയിക്കുമ്പോൾ ഇത്ര പൈസ തന്നാൽ ചാൻസ് തരാന്ന് പറഞ്ഞിട്ട് കുറേ പോയതാ. കുറെ പേർക്ക് പൈസ അങ്ങോട്ട് കൊടുത്തിരുന്നു. ചതിച്ചു കുറേ ആൾക്കാർ. മണവാളൻ കണക്ഷൻ എങ്ങനെ? ഒരു ഡ്യൂപ്ലിക്കേറ്റ് വ്യക്തിനെ വെച്ചിട്ട് അതുപോലെ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് മോശമുള്ള പരിപാടിയാണ്. നല്ലൊരു ചെക്കൻ്റെ അടുത്ത് പോയാൽ മഞ്ഞിക്കിടും. പറയാതെ പറയുന്ന കടുങ്കാപ്പി വിലയുള്ള കരളേ നീ കനവുണ്ടൻ കണ്ണിൽ കടലോളം സ്നേഹം ഉള്ളിലുള്ളിലുണ്ട് പറയാനായി പലതും ബാക്കി വെച്ചതെല്ലാം. എന്തൊക്കെ മജാനുണ്ടാ? യോ പൈസ് ബാക്ക്. ഇനി നമുക്കൊരു ടാസ്ക് ചെയ്യാം. ഓക്കെ, അപ്പൊ തരാം. ഒരു ലൈഫിലെ ഒരു ഹീറോയിക് മൊമെന്റ് പറ. ഹീറോയിനോ? ഹീറോയിക് മൊമെന്റ്. ഹീറോ ആണ് എന്നൊക്കെ തോന്നുന്നില്ല വലിയൊരു മൊമെന്റ്. ഞാനോ? ഞാൻ ഹീറോ ആയാൽ എന്ത് ചെയ്യുന്നോ? അല്ല, എന്താ പറയാ, ഹീറോയിക് മൊമെന്റ് ഉണ്ടാവില്ലേ? അതായത് സിനു ചെയ്ത ഏതെങ്കിലും ഒരു കാര്യത്തില് അപ്പൊ എനിക്ക് എന്നെ ഒരു ഹീറോനെ പോലെ തോന്നി എന്നൊക്കെ പറയുന്നു. അങ്ങനെ ഏതെങ്കിലും ഒരു കുഞ്ഞു ഇൻസിഡന്റ്. മറ്റേതില്ലേ KGF ഒരു സംഭവം ഇല്ലേ, താഴെ ബെന്നെ വീന്ന് ഒരു ഷോട്ടില്ലേ, KGF സിനിമ നോക്കി. അതിലൊരു അമ്മ ഒരു മോനെ തട്ടി പോകുമ്പോക്ക് ഒരു ബന്ന വീകുന്നുണ്ട്. അപ്പൊ ഹീറോ പോയിട്ട് അത് എടുത്തു കൊടുത്തിട്ട് ഡയലോഗ് പറയുന്നില്ലേ, മനസ്സിലായോ? ഇപ്പൊ നീ അങ്ങനെയല്ല ഉദ്ദേശിച്ച, ഹീറോ അങ്ങനെയല്ല ഉദ്ദേശിച്ചപ്പോ അല്ലേ? പിന്നെന്താ ഉദ്ദേശിച്ചത്? ചെയ്ത ഒരു കാര്യത്തില് നിനക്ക് ഒരു ഹീറോനെ പോലെ നിന്നെ തോന്നി, അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. അങ്ങനെ ഇപ്പൊ എനിക്കൊന്നും വലിയ എപ്പ പാട്ടൊക്കെ ഇറക്കിയിട്ട് ഞാനൊരു ഹീറോ ആയി അങ്ങനെയൊക്കെ ഒരിക്കലും തോന്നിയിട്ടില്ല. അത് വർക്കാണ്, അത് കഴിഞ്ഞു. അപ്പൊ ലൈഫിൽ ഒരു ഹീറോയിക് മൊമെന്റ് ഇല്ല? ഞാൻ ഹീറോ ആണല്ലോ ഓൾറെഡി. ആസ് എ പേഴ്സൺ ഞാൻ ഹീറോ ആണ്. ആ ഒരു മൊമെന്റാ ഞാൻ ചോദിച്ചത്. എപ്പോഴേലും തോന്നില്ലേ ഞാൻ കൊള്ളാം, ഞാൻ സൂപ്പറാന്ന് തോന്നി? ഞാൻ എന്റെ ബെഡ്റൂമിൽ നിൽക്കുമ്പോൾ മാത്രമേ അങ്ങനെ സൂപ്പറാന്ന് പറയുള്ളൂ. പുറത്തു പോയിട്ട് പറഞ്ഞാൽ ആൾക്കാർ കല്ലെറിയും. അതുകൊണ്ട് പറയാറില്ല. റൂമിൻ്റെ ഉള്ളിൽ പറയും. അത് നമ്മൾ ഗ്ലാസ് ഒക്കെ നോക്കിയിട്ട് പറയില്ലേ, അത് ഗ്ലാമറാണ്, അതൊക്കെ പറയും. അല്ലാണ്ട് പുറത്തുനിന്ന് പറയില്ല. പുറത്ത് നമ്മളെപ്പോഴും താന്ന് കൊടുത്താലേ നമുക്ക് എന്തൊക്കെ വില ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് താനേ നിൽക്കത്തുള്ളൂ. ഭൂമി ലോകത്ത് താന്ന് കൊടുത്താല് അവിടുന്ന് പൊങ്ങൂന്ന് പറയുന്നത് കേട്ടിരുന്നു. അതുകൊണ്ട് താന്ന് കൊടുക്കുന്നത് നല്ലത്. ആയിക്കോട്ടെ. രാവിലെ എണീക്കുമ്പോഴേ വേറൊരാളാവാൻ അവസരം കിട്ടുകയാണ്, അങ്ങനെ എണീച്ച് ആരാവാനാ താല്പര്യം? ഒരു ദിവസത്തേക്ക് മാത്രം വേറൊരാളാവാം, അങ്ങനെ എണീച്ച് ആരാവണം? ഈ മറ്റേതില്ലേ, കാണാത്ത മനുഷ്യനില്ലേ, അതിനെന്താ പറയാ, ഇൻവിസിബിൾ മാൻ. അങ്ങനെ ആഗ്രഹം ഉണ്ടായിരുന്നു. എന്നാൽ എല്ലാവരും നമുക്ക് കാണാൻ പറ്റുമല്ലോ, പലതും ചെയ്യാനോ. മനസ്സിലായോ? വലിയ ഇതൊന്നുമല്ല, എന്താ പറയാ, സൂപ്പർമാൻ അതൊന്നുമല്ല, ഇൻവിസിബിൾ മാൻ ആണ്. കാണാതെ നമുക്ക് ചെയ്യാൻ പറ്റും പല കാര്യങ്ങളും. എന്നിട്ട് എന്താ ആദ്യം ചെയ്യാൻ പോകുന്നത്? എന്താ അതെന്തൊക്കെ ചെയ്യും? പറ കേക്കട്ടെ. ഇൻവിസിബിൾ മാൻ ആയിട്ട് ആദ്യം ചെയ്യാൻ പോകുന്നത് എന്താ? അങ്ങനൊന്നുമില്ല. അത് അങ്ങനൊന്നുമില്ല. അത് നമ്മൾ ചെയ്യുന്ന കാര്യം മറ്റുള്ളവർ കാണാൻ പാടില്ല. അതുകൊണ്ടാണ് ഇൻവിസിബിലിറ്റി. ഓക്കെ, അത് കാരണം ആ ഒരു പവറെ ചൂസ് ചെയ്യത്തുള്ളൂ. ഒരു സൂപ്പർ പവർ കിട്ടുകയാണെന്ന് വെച്ചാലും അപ്പൊ ഇതന്നെയാണോ സ്വീകരിക്കുള്ളൂ? ഇത് സൂപ്പർ പവർ അല്ലല്ലോ. എന്നാ അതെന്ത് സ്വീകരിക്കും? സൂപ്പർ പവർ ഞാൻ പണ്ട് ശക്തിമാൻ അങ്ങനെയൊക്കെ ഉണ്ടായിട്ടില്ലേ ചെറുപ്പത്തില്. ശക്തിമാൻ ഞാൻ ആദ്യം സൂപ്പർ ഹീറോ കാണുന്നത് ശക്തിമാനാണ് എന്റെ പ്രായത്തിൽ, ചെറുപ്പത്തിൽ. അപ്പൊ ആഗ്രഹം ഉണ്ടായിരുന്നു ശക്തിമാൻ. എനിക്ക് നല്ല ശക്തി കിട്ടുക, ആൾക്കാരെ ഇടിക്കാൻ പറ്റും, പാറാൻ പറ്റും. എന്നിട്ട് ആരെന്നെ ആദ്യം ഇടിക്കാൻ പോണേ? ആദ്യം ഇടിക്കാത്ത ഈ നെഗറ്റീവ് പറയുന്നില്ലേ, എല്ലാത്തിനും അടിച്ച് പൊട്ടിക്കാൻ ചോദിച്ചു. പക്ഷെ പറ്റില്ല, ചുമ്മാ പറയുന്നത് മാത്രം. ഓക്കെ, ഒരു മൂവി ക്യാരക്ടർ ആയിട്ട് ജീവിക്കാൻ പറ്റുകയാണെന്ന് ചെയ്ത് ക്യാരക്ടർ ചൂസ് ചെയ്യും? മൂവി സിനിമയില് ഒരു ക്യാരക്ടർ ആയിട്ട് ആ വ്യക്തിന്റെ പേര് അല്ല, ഞങ്ങൾക്ക് എന്താ തോന്നുന്നത് ക്യാരക്ടർ പറഞ്ഞാൽ മതി. ആ സിനിമ അതിലെ ക്യാരക്ടറും പറഞ്ഞാൽ മതി. സഹനടനായിട്ട് എല്ലാവരും കൂടെ അഭിനയിക്കുന്ന ആഗ്രഹം. അതല്ല, ഇപ്പൊ ഒരു സിനിമ, ഇപ്പൊ ലോകയിലെ ചന്ദ്രൻ,
ആ സിനിമ അതിലെ ക്യാരക്ടർ. അതുപോലെ ആരാവാനാണ്? അതിൽ ശരിക്കും അതന്നെയല്ലേ, ചന്ദ്രനല്ല ആവണ്ടേ? അത് ശരി, അത് ഞാൻ പറഞ്ഞല്ലേ. അതുപോലെ തന്നെ അതില് ഈ സിനിമയിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധപ്പെടുന്ന ആരാ? ഹീറോയിൻ. 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 അപ്പൊ ഹീറോ ആവാനല്ല ആഗ്രഹം ഉണ്ടാവുള്ളൂ. അത് ഏതിലെ? ഏതിലെന്ന് പറഞ്ഞാല് ഏത് സിനിമയിൽ? പല സിനിമ ഉണ്ടല്ലോ. അത് ഫേവറേറ്റ് പറയാനാ പറഞ്ഞേ. ഒരു മൂവി ക്യാരക്ടർ ആയിട്ട് മാറാൻ പറ്റിച്ചെങ്കിൽ ഏത് മൂവി, ഏത് ക്യാരക്ടർ? ക്രിഷ് സിനിമ കണ്ടിട്ടില്ലേ? ബോളിവുഡ് കൃത്തിക് റോഷന്റെ ക്രിഷ്. ആ മുഖംമൂടിയൊക്കെ ഇട്ടിട്ടില്ലേ? അതാവാൻ ആഗ്രഹം ഉണ്ടായിരുന്നു. ഓക്കെ. ഇനി എന്തെങ്കിലും ഒരു ഇഷ്ടമുള്ള ടോപ്പിക്കിനെ കുറിച്ചിട്ട് കാസർഗോഡ് സ്ലാങ്ങിൽ സംസാരിക്കും. ഇഷ്ടമുള്ള കാസർഗോഡ് ഭാഷയിലോ? ഞാൻ ഇപ്പം മുണ്ടുന്ന കാസർഗോഡ് ഭാഷ തന്നെ. അല്ല, മൊത്തത്തിൽ നീ ചോദിക്കാം, ഞാൻ പറഞ്ഞുതരാം. എന്തെങ്കിലും ഒരു ടോപ്പിക്കിനെ കുറിച്ച് സംസാരിച്ചാൽ മതി. തൊപ്പിനെ കുറിച്ച് കാസർഗോഡ് സ്ലാങ്ങിൽ സംസാരിക്കും. തൊപ്പി പാപ്പ ചെക്കൻ എന്തൊരു ഇങ്ങനെ മഞ്ഞമുടിയായിട്ടല്ല നടക്കുന്നത്. ആള് പാപ്പ തന്നെ ഇങ്ങനെ ബഗിട് പറഞ്ഞോണ്ട് നോക്കൂ, കിരീരായിക്കോണ്ട് നോക്കൂ, ആൾക്കാരെ പൊട്ടറായിക്കോണ്ട് നോക്കൂ. ഞാൻ മൊബൈൽ കൊണ്ടിട്ടൊന്നും കരുന്നില്ല. എനിക്കത് മനസ്സിലായാ? എന്ത് പറഞ്ഞത്? മഞ്ഞമുടിയുള്ള തൊപ്പി അത് മനസ്സിലായില്ലേ? പിന്നെ എന്തിനാ ചോദിക്കുന്നത്? അത് ഭാഷ മനസ്സിലാവൂല. എനിക്ക് മനസ്സിലാവുന്നുണ്ട്. അത് വേണ്ടത് മതിയില്ലേ? ഫ്ലോ പാപ്പ തൊപ്പിനെ പറയല്ലേ. വേറെ ആളെ പറഞ്ഞു. നിന്നെ പറയട്ടെ? നിന്നെ പറയാ? നിന്നെ പറയാ? എന്നാ വിട്, ഒരാള് പറയണ്ട. എന്നെ നീ എനിക്കറിയാം. വേറെ ആളെ പറ. ആ തൊപ്പിനെ തന്നെ പറഞ്ഞില്ലേ? എന്നാ ഞാൻ വേറൊരു സിറ്റുവേഷൻ തരാം. തൊപ്പിയില്ലേ, തൊപ്പി വീഡിയോക്ക് അല്ല അണ്ണാന്റെ സൗണ്ട് എന്ന് പറഞ്ഞു. അപ്പൊ ഭയങ്കര സങ്കടായി, സിനുവിന് സങ്കടായി. അപ്പൊ ഇമോഷണലി ആ സാധനം പറയാണ്. എന്നിട്ട് തൊപ്പിനെ ഇട്ടെങ്കിൽ പ്രശ്നത്തിനൊന്നുമില്ല, സോറി, ഐ ലവ് യു തൊപ്പി എന്നുള്ള സാധനം ഇമോഷണലായിട്ട് പറയും. ഉള്ളിന്ന് വരണം കേട്ടോ. ഉള്ളിന്ന് വരണോ? കണ്ണടയിക്കണോ? അഴിച്ചോ? വേണ്ട, കണ്ണടക്കട്ടെ, കണ്ണ് കാണാം. ചിരിച്ചും കൊണ്ടാണ് കരയണേ. ഞാൻ എങ്ങനെയാ തൊപ്പിനോട് പറയുന്നല്ലേ? തൊപ്പിയെ, ഞാൻ എൻ്റെ അണ്ണാൻ സൗണ്ട് എന്ന് പറഞ്ഞിട്ട് നാട്ടിൽ മൊത്തം ചെറിയ പുള്ളെല്ലാം എന്നെ കളിയാക്കുന്നുണ്ട്. അവിടെ പുറത്തൊന്നും ചെയ്യാൻ കഴിയുന്നില്ല. നല്ല ബേജാറായിനവ. അതുകൊണ്ടില്ലേ, നമുക്ക് ഇതിനോട് ശത്രുവൊന്നും ഇല്ല. പക്ഷെ ഒരാളിങ്ങനെ ആക്ഷേപിക്കാൻ പാടില്ല, വലിയ തെറ്റാണ്. എൻ്റെ ജീവിതത്തിൽ പോയിന്. അതുകൊണ്ടില്ലേ, ഞാൻ പൊറ്റല്ല നിങ്ങൾക്ക് അങ്ങനെ അനുഭവം വരും, അങ്ങനെ ഒരിക്കലും വരും. അപ്പം നിങ്ങൾ പഠിക്കും. ഞാൻ സീരിയസ് ആയിട്ട് എന്തോ അങ്ങനെ തന്നെ ഒരാൾക്ക് വരുമ്പോ അത് പഠിക്കുള്ളൂ. ലാസ്റ്റ് എന്റെ കണ്ടന്റ് മാറ്റി കളഞ്ഞില്ലേ, ഞാൻ മാപ്പ് പറയാനല്ലേ പറഞ്ഞത്. മാപ്പ് എന്തിനാ പറയുന്നത്? അതിന് മാപ്പും കോപ്പൊന്നുമില്ല. അതുപോലും പറ്റൂല, ഒരു ടാസ്ക് പോലെ അത് സമ്മതിച്ചു തരുന്നില്ല. മാപ്പ് കോപ്പ് പട്ടി പറയും. ഈഗോ ഹേർട്ടായി. അതില്ല, അത് രസാ. അത് നമ്മ ഈ മാപ്പ് കോപ്പ് പറഞ്ഞാൽ നമ്മള് പൈങ്കിളായി പോകും. അതൊക്കെ രസമായിട്ട് എടുക്കണം, എന്റർടൈൻമെന്റ്, അത്രേ ഉള്ളൂ. ജീവിതത്തിൽ ആകെയുള്ള എന്റർടൈൻമെന്റാണ്. അതുകൊണ്ടാണ് ഞാൻ തൊപ്പിനെ എന്റർടൈൻമെന്റ് ആയിട്ട് വെച്ചിരുന്നത്. ഫേവറേറ്റ് മൂവി ഏതാ മലയാളത്തിൽ? മലയാളത്തിലോ? പറക്കുന്നറിയ. അതെന്താ? പറക്കുന്നറിയ എന്റർടൈൻമെന്റ് ആണ്, പക്ക എന്റർടൈൻമെന്റ്. കൂടുതലും ഇഷ്ടം എന്റർടൈൻമെന്റ് ഇഷ്ടം, കോമഡി ത്രില്ലർ. മലയാളത്തിൽ ഒരു മാസ് ഡയലോഗ് പറയാൻ പറഞ്ഞ ഏത് പറയും? നീ പോ മോനെ ദിനേശ. ഒറ്റടിക്കാതുള്ളൂ. ഞാൻ കാസർഗോഡ് സ്ലാങ്ങിലോട്ട് പറയുന്നു പറയാൻ വരുമായിരുന്നു. അത് കാസർഗോഡ് ഭാഷയാണെങ്കിലും വിളിച്ചത്. നീ എന്ത് ബിജാച്ചിനെ കുമ്പളക്കാരൻ നിത്യാനന്ദ ഷേണായി വെറും ബഗിഡിനെന്നാ? ആ സിനിമ കണ്ടിരുന്നോ? സിനിമയൊക്കെ കാണണം. മമ്മൂക്കൻ്റെ ഒരു സിനിമ ഉണ്ട്, പുത്തമ്പണം. അത് കാസർഗോഡ് ഭാഷയിലാണ് മൂപ്പർ അഭിനയിച്ചത്. അതിൽ ഇപ്പോൾ പറഞ്ഞ ഭാഷയാണ്, കുമ്പള ഭാഗത്തുള്ള ഒരു ഭാഷയാണത്. ഇപ്പോൾ അതാണ് ഭാഷ പറഞ്ഞത്, മനസ്സിലായ? നീ എന്ത് വിചാരിച്ചിനെ കുമ്പളക്കാരൻ നിത്യാനന്ദ ഷേണായി വെറും ബഗിഡ് നിന്നാ? ബഗിഡ് പറഞ്ഞാൽ എന്താ അറിയോ? അങ്ങനെ കുറെ വേർഡ് ഉണ്ടല്ലേ കാസർഗോഡ്. നമുക്ക് തീരെ മനസ്സിലാവാത്ത വേർഡ്സ് ഏതൊക്കെയാ വരിക? കുർച്ചിന. ഇപ്പൊ കുർച്ചിന മനസ്സിലാവുന്ന? കഴിച്ചോന്നല്ലേ? പാഞ്ഞിന, കീനിന. ഓടിക്കോ. പാഞ്ഞിന എന്ന് പറഞ്ഞാൽ ഓടുന്ന തന്നെ. കീനിന എന്ന് പറയുന്നത് ഈ ഇറങ്ങുന്നില്ലേ, ഇപ്പൊ നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നില്ലേ, കീനിന. ഇരുന്നിന, കൂട്ടിന, അത്ര തന്നെ. തുന്നിന. പിന്നെന്താ ആബറ. ആബറ പറഞ്ഞാൽ എന്താ പറയാ? പ്ലീസ്. എന്താ പറയല്? പ്ലീസ് പറയൂ എന്ന് പറയില്ലേ? ആബറ. നീ പറയട ആബ. പിന്നെ ചില ബന്ധ പല കത്തി ഉസുൻ്റെ
എന്ത് ചെരപ്പന്റെ പലകത്തി പറഞ്ഞാല് നമ്മളെ ചരക്കുന്നില്ലേ, നമ്മളെ തേങ്ങ ചരക്കൂലേ, അതിലൊരു പലകില്ലേ, ഈ പലക നമ്മൾ ഇരുന്നിട്ട് നമ്മൾ ചരക്കുന്നില്ലേ, അതിനെ പറയുന്നതാണ് ചെരപ്പന്റെ പലകത്തി. ഉസ്സുന്റെ ഉണ്ട. ഉസ്സുന്റെ ഉണ്ട പറഞ്ഞാൽ എന്താ അറിയോ, ഉണ്ട പറയുമ്പോ വേറെ രീതിയിൽ പോവും. ഉസ്സുന്റെ ഉണ്ടെന്ന് പറഞ്ഞാല് ഇതാണ് എന്ത് മൊഞ്ചുള്ള സാധനം എന്നാ ഉദ്ദേശിച്ചത്. ഇപ്പൊ നിന്നെ കാണും ഉസ്സുന്റെ ഉണ്ടോ പക്ഷേ ഇല്ലേ, ശരിക്കും പറഞ്ഞാല് അതാ പ്രശ്നം. എന്താണ് ഈ കാസർഗോഡ് ഭാഷ കൊണ്ടില്ലേ, കാസർഗോഡ് ഭാഷ കൊണ്ട് വേറെ ഒരു പെണ്ണിനെ പോയിട്ട് പറഞ്ഞാൽ ചള്ള കിട്ടും. നമ്മള് ശരിക്കുള്ള പറയുന്നത് ഉപ്പ, അപ്പോൾ വേഗം ഞാൻ അവളെ ഉപ്പാക്ക് വിളിച്ചു. അതാ പ്രശ്നം. ശരിക്കും പറഞ്ഞാൽ ഇത് ഉസ്സുന്റെ ഉണ്ടെന്ന് പറഞ്ഞ നോർമലി വാക്കാ കാസർഗോഡില്. ഇവിടെ വന്നിട്ടൊന്ന് പറഞ്ഞു നോക്ക്. ഇവിടെ പറഞ്ഞ വീട്ടിൽ എത്തും. വേറെ ഉണ്ടോ ഇത്ര വെറൈറ്റീസ്? ഇത്രേ ഉള്ളോ? കൊറേ ഉണ്ട്, പറഞ്ഞാ ശരിയാവില്ല. അതാണ് ഇതുപോലെ നിങ്ങൾക്ക് തോന്നുന്നു. അല്ല, ഞങ്ങളങ്ങനെ കേൾക്കാറില്ലല്ലോ, അതുകൊണ്ടാണ് പ്രശ്നം. ആ കേൾക്കാത്തതുകൊണ്ട്. ശരിക്കും പറഞ്ഞാൽ കാസർഗോഡ് ഭാഷ പഠിച്ചാൽ പിന്നെ പ്രശ്നമില്ല, പഠിക്കൂല, ആവശ്യമില്ല. എന്തിനാ, ഇതിലൊന്നും ഇല്ലല്ലോ, എന്താ പറയാ, ലോക ലാംഗ്വേജിലൊന്നും ഇല്ലല്ലോ, അതുകൊണ്ട് പഠിക്കില്ല. ഈ സ്ലാങ് കൊണ്ട് പുറത്തു പോയിട്ട് എന്തെങ്കിലും പ്രശ്നം വന്നിട്ടുണ്ടോ? ഇങ്ങനെ എന്തെങ്കിലും അറിയാതെ വായന്ന് വന്നിട്ട്? ചില ആൾക്കാർക്ക് മനസ്സിലാവില്ല, സ്പീഡാണ്. ചില എന്തെങ്കിലും പൊട്ടത്തേരം പറയാണോ, പിന്നെ വേഷം കണ്ടിട്ട് മനസ്സിലാക്കും പെട്ടെന്ന്, ഇത് കാസർഗോഡാണെന്ന്. പിന്നെ നമ്മളെ ഭാഷയിലൊരു സംഭവം ഉണ്ട്, എവിടെ പോയി സംസാരിച്ചാലും നീ കാസർഗോട്ടായിരുന്നല്ലേ ചോദിക്കും. അതേപോലെ നിങ്ങൾ ഇതിൽ ചോദിക്കൂല, നീ എവിടുത്തെ നാട്ടാന്ന് ചോദിക്കൂല. ഇപ്പോൾ നിങ്ങൾ ബ്രോനെല്ലാം കാണുമ്പോൾ ഞാൻ ചോദിക്കാം നിങ്ങൾ നാട് എവിടെയാണ്, പെട്ടെന്ന് ക്യാച്ച് ചെയ്യാൻ പറ്റില്ല. അതുപോലെ ഞങ്ങൾക്കൊരു സ്പെഷ്യലുണ്ട്, അത് കോസ്റ്റ്യൂമിലാവട്ടെ ലാംഗ്വേജിലാവട്ടെ. ഞങ്ങൾ എന്തെങ്കിലും കോസ്റ്റ്യൂം എന്തെങ്കിലും പുതിയതായിട്ട് കണ്ടുപിടിച്ച് ഇടും. അപ്പോൾ ആൾക്കാരെ വിചാരം കോപ്പറായോ, പക്ഷെ കഷ്ടപ്പെട്ട് ഡിസൈൻ ചെയ്തിട്ട് ഉള്ള പൈസ കൊടുത്തിട്ട് ചെയ്യുമ്പോൾ ആൾക്കാർക്ക് ഇതില്ല. ഇടുമ്പോൾ ഡ്രസ്സ് ഇടുമ്പോൾ അവർ കേൾക്കും, ഇപ്പോൾ വലിയ വലിയ ബ്രാൻഡ് ഇടുന്ന ഡ്രസ്സ് ഇടുന്നു ചില ആൾക്കാർ, അവർ കേൾക്കും നല്ല പൈസ ഉള്ളത്. ഇതേപോലെയാണ് ഞങ്ങൾ ഓരോന്ന് എന്താ പറയുക, തുണിയൊക്കെ വാങ്ങി അതിനെ കട്ട് ചെയ്ത് അതിനെ മോഡലാക്കി ഡിസൈൻ ചെയ്ത് എത്ര പൈസ വേണം. നിങ്ങളൊരു ഷർട്ട് വാങ്ങുമ്പോൾ ഞങ്ങളിവിടെ എത്ര പറയുക, അല്ല നിങ്ങൾ 5 ഷർട്ട് വാങ്ങുമ്പോൾ ഞങ്ങൾ ഒരു സാധനം വാങ്ങിയിട്ടുണ്ടാവുള്ളൂ, കാരണം അത് ഉണ്ടാക്കണ്ടേ. ഈ സാധനത്തന്നെ ഫേസ് ക്രീമും കൂടുതലായിട്ട് ഇറക്കുന്ന കാസർഗോഡുകാരാണ്. കുറെ പേര് എന്നെ വെളുത്തിട്ട് പാറിച്ചിട്ടുണ്ട്. അങ്ങനെ ഒരു പ്രൊഡക്റ്റ് ചെയ്തിരുന്നില്ലേ, എന്താണ് അതിന്റെ അവസ്ഥ? അത് നല്ല രസമാണ്, ഞാൻ എല്ലാവരും വെളുത്ത് പാർപ്പിക്കുന്നുണ്ട്. ആ ഒരു ഐഡിയ ഇവിടുന്ന് വന്ന് അത് കാസർഗോട്ടുകാരെ ചോരയാണ്, അതെല്ലാവർക്കും ഉണ്ട്. ക്രീം വെച്ചാൽ അവിടെ ഈ എല്ലാത്തിനും ഫസ്റ്റ് ടൈം എന്താ പറയുക, എന്തെങ്കിലും കൊണ്ടുവരാൻ തോന്നും. ഇപ്പോൾ ബ്യൂട്ടിയിലാതെ പെണ്ണുങ്ങളും ഉണ്ട് ആണുങ്ങളും ഉണ്ട്, സ്വന്തം ചെയ്യാൻ നോക്കും. അങ്ങനെ കൊണ്ടുവന്ന തലമുറ ആയിട്ട് വരുന്ന സംഭവമാണ് ഈ വെളുത്തിട്ട് പാടുന്ന ക്രീം. അതിപ്പോഴും നടക്കുന്നുണ്ട്, എനിക്കും ഉണ്ട് ബ്രാൻഡ്. എല്ലാവരും എന്താ അതിന്റെ പിന്നാലെ തന്നെ, വേറെ മാറി ചിന്തിക്കുന്നില്ല. അത് ഈസി പ്ലാറ്റ്ഫോമാണ്, ഈസിയാണത്. അത് സ്വന്തം ഉണ്ടാക്കുന്നില്ല, അത് മേക്കിംഗ് ആണ്. അത് ഒരാളെ എന്താ പറയുക പവറാണ് ചെയ്യുന്നത്. ഐ മീൻ അത് സ്വന്തം മേക്കിംഗ് വെച്ചാൽ എങ്ങനെ കമ്പനിയിൽ ഉണ്ടാക്കുന്നതല്ല, മിക്സിംഗ് ആണ്. പല ടൈംസ് ക്രീംസും അല്ലെങ്കിൽ അനുയോജ്യമായിട്ട് മാച്ച് ആകുന്ന രീതിയിൽ ഉണ്ടാക്കുന്ന സംഭവമാണ്. അത് ഈസി ടൈപ്പാണ്, നല്ലൊരു ബിസിനസ്സാണ്, വരുമാനം കൂടുതലാണ്. കുറേ ആൾക്കാർ വലിയ മൾട്ടിക്കായിട്ടുണ്ട്, എന്നെ പോലത്തെ ഭാവങ്ങളൊന്നും ആയിട്ടില്ല. അവിടെ ഏറ്റവും പോപ്പുലർ ഏതാ? എന്ത് ക്രീമിലോ? അത് എൻ്റെ ക്രീം തന്നെയല്ലേ, പ്രൊമോഷൻ ചെയ്യിക്കട്ടെ. ഇതിന്റെ ഇടയിൽ കൂടെ പ്രൊമോഷൻ ഞാൻ എന്നല്ലേ പറയുള്ളൂ, ഞാൻ വേറെ അത് പറയോ? ഓക്കെ. എവിടെ കുറെ ക്ലയൻസ് ഉണ്ടോ? എനിക്കോ, ഞാൻ 5-6 വർഷമായി തുടങ്ങിയിട്ട്. ഏകദേശം എന്താ പറയണ്ട 50,000 മുകളിൽ ഞാൻ ക്രീം സെയിൽ ചെയ്തിട്ടുണ്ടാവും. കാരണം റീറ്റെയിൽ തന്നെ, ഹോൾസെയിൽ ഇല്ല. ഹോൾസെയിൽ കൊടുക്കും, റീറ്റെയിൽ തന്നെ. ബിസിനസ് ഒക്കെ അടിപൊളിയാണ്. ബിസിനസ് കൊണ്ട് സ്വന്തമായിട്ട് എന്തൊക്കെ ഏൺ ചെയ്തു? ഞാനെന്ത് വാഹനമുണ്ട്, വണ്ടിയുണ്ട് എനിക്ക്. പിന്നെ എന്താ വെച്ചാൽ മാസ വരുമാനമുണ്ട് എനിക്ക്. പെർഫ്യൂം ബിസിനസ് ഉണ്ട്, ക്രീം ബിസിനസ് ഉണ്ട്, പിന്നെ അത്യാവശ്യം പാടും, യൂട്യൂബ് ഉണ്ട്, ഇൻഫ്ലുവൻസറാണ്. അറ്റം കുറ്റലായിട്ട് ഒരു 50 രൂപ ഒക്കെ ഉണ്ടാക്കി വെക്കും. അത് മതി. ഒരു വേറെ പാട്ട് പാടാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏത് പാട്ടാവും പാടും? ഞാൻ ഇടയ്ക്ക് കവർ സോങ് ചെയ്യും. ഇപ്പം അത്യാവശ്യം ഫേമസ് ആയ സോങ്ങൊക്കെ ഞാനിങ്ങനെ കവർ ചെയ്യും. അതിൻ്റെ ഇടയ്ക്ക് ഇപ്പോൾ മിന്നൽ വള അത് ചെയ്തിട്ടുണ്ട്. മിന്നൽ വള ആണോ? ഈ കോലത്തിൽ പാടണല്ലേ? പാട്ടും കോസ്റ്റ്യൂമും തമ്മിൽ ഒരു ബന്ധമില്ലല്ലോ. കണ്ണോടെ കണ്ടപ്പോൾ കണ്ടെത്തി ഞാൻ 1000 താരകൾ പൂത്തുവെന്ന്. പിന്നെയും പിന്നെയും കണ്ട നേരം പുഞ്ചിരി പൂത്തുലഞ്ഞു. കാണാതെ വയ്യെന്ന തോന്നലായി, കണ്ടിട്ടും കണ്ടിട്ടും പോരാതായി. തൊട്ടപ്പോൾ ആത്മാവിൽ തേൻ നിറഞ്ഞു.
പുഞ്ചിരി പൂത്തുലഞ്ഞു ഉള്ളിലൊളിച്ചൊരു മോഹമെല്ലാം കള്ളത്തരങ്ങൾ തുള്ളികളായി കണ്ട നേരം കൊണ്ടലായി കൊണ്ടലിൽ മിന്നലായി മിന്നൽ വള കയ്യിലിട്ട പെണ്ണഴകേ എത്തിത്തോടാൻ എത്തുകില്ല മാറിവില്ലാണു നീ മിന്നൽ വള കയ്യിലിട്ട പെണ്ണഴകേ എത്തിത്തോടാൻ എത്തുകില്ല മാറിവില്ലാണു നീ. കൊള്ളാം, ഗായകനാണ്, അല്ലേ? വലിയ കുഴപ്പമില്ലാന്ന്. അത് നേരെ കാസർഗോഡ് സ്ലാങ്ങി പാട്. ഇതോ ആ മിന്നൽ വള എന്ത് പറയുന്നത് പൊട്ടി പൊട്ടി അത് കിട്ടൂല ഇപ്പൊ, പാടി നോക്ക്. അത് എഴുതണം, ചുമ്മാ പറഞ്ഞു നോക്കുന്നതാണ്. അങ്ങനെ പെട്ടെന്ന് കിട്ടൂല. ലിറിക്സ് ഫോണിൽ തന്നാ മതിയോ? അത് എഴുതണ്ടേ? അങ്ങനല്ല, നമ്മള് കാസർഗോഡ് ഭാഷയിൽ അത് ഇത് തർജ്ജമാക്കിയിട്ട് എഴുതണം. എന്നാലും ജസ്റ്റ് ഒന്ന് പറഞ്ഞു നോക്കും. മിന്നൽ വള, മിന്നൽ വള, മിന്നൽ വള എന്ന് പറയുമ്പോ മിന്നുന്ന വള, അത് കിട്ടൂല, പെട്ടെന്ന് എഴുതി വെക്കണം. സംഭവം ആക്കാൻ പറ്റും, കറക്റ്റ് ആക്കാൻ പറ്റും, പക്ഷെ എന്തും മനസ്സിലാവില്ല, എന്ത് പറയുന്നത് വിചാരിക്കും, പാട്ടിനെ കോപ്രായാക്കുന്നു വിചാരിക്കും. നല്ല പാട്ടാ അത്, വെറുതെ കോപ്രായാക്കല്ലേ. സോങ് ഇറങ്ങി കഴിഞ്ഞപ്പോ തന്നെ അതിന്റെ പേരിൽ കുറച്ച് ഇഷ്യൂസും ഉണ്ടായിരുന്നു. എന്താണെന്നോ, ഇതെവിടെ നിന്നൊക്കെ അടിച്ചു മാറ്റിയ കണ്ടന്റ് ആണെന്നൊക്കെ പറഞ്ഞ് കുറെ പേര് വന്നിട്ടുണ്ട്. പിന്നെ ഇത് കേട്ട് പരിചയമുണ്ട്, എവിടെയൊക്കെ കേട്ട് മറന്ന പാട്ടുകളാണ്. അത് ശരിക്കും പറഞ്ഞാൽ കറക്റ്റ് മനസ്സിലാക്കാൻ പറ്റും. യൗപ്പറ്റുമല്ലേ, യൗപ്പവാടിന്റെ കറക്റ്റ് കോപ്പിയാണിത്. ഓ, അല്ലാതെ വേറൊരു ബന്ധമില്ല. അത് ശരിക്കും അങ്ങനെ തന്നെയല്ലേ. യൗപ്പ ഇറക്കി ഫസ്റ്റ്, കേട്ട പരിചയമുള്ള സോങ്ങാണ് യൗപ്പച്ചു. പിന്നെ കോപ്പിറൈറ്റ് എങ്ങനെയാ വരാറ്? അത് എന്റെ സോങ് അല്ലേ, എന്റെ സോങ്ങിന് എനിക്ക് കോപ്പിറൈറ്റ് ചെയ്യുന്ന പ്രശ്നമില്ലല്ലോ. അല്ലാതെ വേറൊരു ബന്ധമില്ല. ടൂണോ? ടൂണ് ശരിക്കും പറഞ്ഞ മോസ്റ്റ് തന്നെയാണ്. എവിടെ പക്ഷെ അത് എവിടെ നിന്ന് എന്താ പറയാ കിട്ടൂല, കാരണം യൂട്യൂബ് വരെ കണ്ടുപിടിച്ചിട്ടില്ല. പിന്നെ ഞാൻ വെല്ലുവിളിച്ചു. ഇപ്പൊ തൊപ്പി യൂട്യൂബിനെ വെല്ലുവിളിച്ചാ? യൂട്യൂബിനല്ല, യൂട്യൂബിനെ വെല്ലുവിളിച്ചാൽ ചിലപ്പോൾ ചാനൽ പൊട്ടിക്കും. യൂട്യൂബിന് നടക്കില്ല. തൊപ്പിനോട് ഞാൻ ചോദിച്ചിരുന്നു, നീ ആണ് മോനെ കണ്ടുപിടിച്ചതാണ്. അപ്പോൾ ഓന് കണ്ണൂരിലെ ഭാഷയിലെ ഏതോ പാട്ടാന്ന് പറഞ്ഞു. ശരിക്കും അതൊന്നുമല്ല. ഇതിപ്പോൾ ഇസ്ലാമിക രീതിയിൽ എന്തോ ഒരു എന്താ പറയുക റാത്തീബ് സലാത്തൊക്കെ ഇല്ലേ, ഉണ്ട് ഞങ്ങളിൽ. അതിനുണ്ട്. അതിൽ വരുന്ന ചെറിയ ബേസിൽ എടുത്തിട്ട് എന്താ പറയുക നമ്മൾ ലിറിക്സ് ചെയ്തതാണ്. പക്ഷെ ആ ടൂണ് കിട്ടൂല, അത് ആർക്കും കണ്ടുപിടിക്കാൻ പറ്റില്ല, പെട്ടെന്ന് കിട്ടൂല. ചിലപ്പോൾ മൂല്യന്മാർക്കൊക്കെ കിട്ടും. മൂല്യന്മാർ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ചിലപ്പോൾ കിട്ടും, പറയാൻ പറ്റും. പക്ഷെ ഓരോ യൂട്യൂബിലൊന്നും ഇല്ലല്ലോ. ഈ പാട്ടിൻ്റെ ഇതിലൊന്നും ഓരോ വിമർശിക്കാൻ വരൂല. ഇനി ആരെങ്കിലും നോക്കി കണ്ടുപിടിച്ച് വരുമോ കോപ്പിറൈറ്റ് ആയിട്ട്? നമുക്ക് എന്താണ്, യൂട്യൂബ് വന്നില്ല മതിയായിരുന്നു. യൂട്യൂബ് വന്നില്ല മതിയായിരുന്നു, നാട്ടുകാർ വന്ന പ്രശ്നമില്ല. മനസ്സിലായി. നമുക്ക് ഫണ്ട് വരുന്നത് യൂട്യൂബിൽ നിന്നാ, നാട്ടുകാർ തരൂല. കേട്ട് പരിചയമുണ്ട്, അത് എപ്പ വണ്ണിന്റെ കണ്ടിന്യൂഷൻ ആയതുകൊണ്ടാണ്. അത് വിട്ടൊരു പരിപാടിയില്ല. എപ്പ നമ്മളെ ബ്രാൻഡാണ്. ഇനി ഇത് കൂടാതെ സിനുവിന് വേറെ കുറെ കഴിവുകൾ ഉണ്ടെന്ന് ഞാൻ അറിഞ്ഞു. മിമിക്രി ചെയ്യും. എനിക്കോ? മിമിക്രി ചെയ്യും. ഞാനോ? ഞാൻ ഇതൊന്നുമില്ല. ചെയ്യും. ചെയ്ത വീഡിയോ ഒക്കെ ഞാൻ കണ്ടു. തന്നത് വെറുതെ ചുമ്മാ ഇങ്ങനെ ചെയ്ത നോക്കട്ടെ. മിമിക്രിയോ? മിമിക്രി ഇപ്പൊ എന്താ ചെയ്യാ? എന്ത് വേണേ ചെയ്യാം. ഞാൻ അധികം ചെയ്യുന്ന മറ്റേ പൊട്ടന്റെ, അതേ എനിക്കറിയുള്ളൂ. മറ്റേ നമ്മളെ പഞ്ചാബി ദിലീപിന്റെ പൊട്ടൻ ഇതാണ്. അത് കൊള്ളാട്ടോ, അത് ചെയ്യുള്ളത്. അതേപോലെ സെയിം പോർഷൻ ആയിട്ടുള്ള സൗണ്ട് തോന്നലത്തെ മറ്റേ ബിഗ് ആയിട്ടുള്ളത്. അതിലിപ്പോ കുണ്ടമ്മില്ലേ, കുണ്ടമ്മില്ല എന്തിനാണ് വന്ന് കുണ്ടമ്മിൽ ഈ അസുഖം ഡോക്ടറിന്റെ ഉണ്ണിക്ക് വന്നാൽ ഡോക്ടർ എന്ത് ചെയ്യും മനസ്സിലായ? ഡോക്ടറിന്റെ ഉണ്ണി, ഡോക്ടറെ ഉണ്ണി എടുക്കില്ല. വേറെ എന്തൊക്കെ ചെയ്യും? വേറൊന്നും ചെയ്യുന്നില്ല, ഇത് തന്നെയാണ് മിമിക്രി. അപ്പൊ സ്റ്റേജിൽ എവിടെയെങ്കിലും ചെയ്തിട്ടുണ്ടോ? നാട്ടാറ് മുട്ടറിയും സ്റ്റേജിൽ. എന്താ പറയാ, ഇപ്പൊ സ്റ്റേജ് പെർഫോം ചെയ്യുന്ന ആള് അത് സമ്മതിക്കണം, അതിനൊരു ഗഡ്സ് വേണം, കഴിവുണ്ടെങ്കിലേ അവിടെ നിൽക്കാൻ പറ്റുള്ളൂ. ഇപ്പൊ ഞാൻ ഈ 2 സാധനം കൊണ്ട് പോയാലോ മുട്ടറിയും, ഒരു കാര്യമില്ല. അതിന് നല്ലൊരു എന്താ പറയുക എക്സ്പീരിയൻസ് വേണം. അപ്പൊ മിമിക്രി ഇനി കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നില്ല? അതിപ്പോ ഇടയ്ക്കിടയ്ക്ക് ഞാൻ ബാത്റൂമിൽ ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ. ബാത്റൂമിൽ പുറത്തങ്ങനെ ചെയ്യാൻ പറ്റുന്ന സാധനമൊന്നുമല്ലല്ലോ. ഇനി അപ്പൊ എന്തിലും ഫോക്കസ് ചെയ്യാനാ? സിനിമയിൽ അഭിനയിക്കാൻ ഇഷ്ടമാണ്? പഴയ കാലത്ത് കുറേ പോയത് ജൂനിയർ ആർട്ടിസ്റ്റ് ആയിട്ട്. ഞാൻ ഇതിൻ്റെ അടുക്ക് ഒരു ആമസോൺ സിനിമ ചെയ്തിരുന്നു, നമ്മുടെ മക്ബൂൽ സൽമാൻ്റെ കൂടെ, മമ്മൂക്കാൻ്റെ ഏട്ടൻ്റെ മോന്.
അല്ല അനിയൻ്റെ മോനാ, ഇബ്രാഹിം കുട്ടീൻ്റെ മോൻ. മൂപ്പരെ കൂടെ ഞാൻ ചെയ്തിരുന്നു. പണ്ടൊക്കെ കുറേ പൈസക്ക് കളഞ്ഞതാ. ഈ സിനിമയിൽ അഭിനയിക്കുമ്പോൾ ഇത്ര പൈസ തന്നാൽ ചാൻസ് തരാമെന്ന് പറഞ്ഞിട്ട് കുറേ പോയതാ. കുറേ പേർക്ക് പൈസ അങ്ങോട്ട് കൊടുത്തിരുന്നു. ചതിച്ചു കുറേ ആൾക്കാർ. കുറേ ഒരു ഏകദേശം 5 ലക്ഷം റുപ്യ എൻ്റെ കയ്യിൽ നിന്ന് പോയിരുന്നു. എൻ്റെ വണ്ടി വിറ്റതായിരുന്നു. അതിൻ്റെ സാക്ഷി അവനുണ്ട്, ഫ്രണ്ട് ഉണ്ട്. ആ കേസൊക്കെ കൊടുത്ത, പക്ഷെ ആ ചെക്കൻ മുങ്ങി. പിന്നെ ഒരു കോണ്ടാക്റ്റും ഇല്ല. പിന്നെ കുറേ അഭിനയിച്ചു, സിനിമ ഒന്നും വന്നിക്കില്ല. നമ്മൾ വിചാരിക്കുന്ന പോലെ അല്ലല്ലോ. കുറേ അഭിനയിച്ചു. ആ സമയത്തുള്ള ആഗ്രഹം ഇപ്പം വിചാരിക്കുന്ന ഒരു ആവശ്യമില്ല, നമുക്ക് സ്വന്തം ചെയ്യാൻ പറ്റുമോ. എത്ര വർഷം മുന്നേയിരുന്നു? പക്ഷേ എനിക്കൊരു 18-19 ആകുമ്പോൾ 6-7 വർഷം മുമ്പ്. 7 വർഷം മുന്നേ. നമുക്കൊരു ആഗ്രഹം ഉണ്ടാവില്ലേ, അങ്ങനെ അഭിനയിക്കണം, സ്ക്രീനിൽ വരണം. അതിപ്പോഴും ഉണ്ട്. ഏതൊരു വ്യക്തി, ഒരു കലാബോധമുള്ള ആൾക്കെങ്കിലും ഒരു വലിയ ബിഗ് സ്ക്രീനിൽ വരണമെന്ന് ആഗ്രഹം എപ്പോഴും ഉണ്ടാവും. പക്ഷെ കിട്ടൂല. നമ്മളെ പോലത്തെ കോപ്പറേറ്റിന് ആരും വിളിക്കൂല. ഇനി ഒരു ചാൻസ് വന്നാലും, ചാൻസ് കിട്ടിയാൽ നല്ലൊരു ഡയറക്ടർ വിളിച്ചാൽ വേഗം ഓടിപ്പോകും. പൈസ ഒന്നും വേണ്ട, നല്ലൊരു ചാൻസ് കിട്ടിയാൽ മതി. ഒരു 4-5 ഡയലോഗ് കിട്ടിയാൽ മതി. പക്ഷെ കിട്ടൂല. കിട്ടും. നോക്കാതെ എവിടെ പോവാനേ. എവിടെ എന്നെ പോയിട്ടാക്കുന്നത് അത് എന്താ പറയുക, ലുക്കൊന്നല്ല വേണ്ട, അഭിനയിക്കണം, വേണം, കഴിവ് വേണം. അപ്പൊ അവിടെ പോയിട്ട് അന്ന് അഭിനയിച്ചില്ലേ? സിനിമ ഏതായാലും ചെയ്തില്ലേ? അഭിനയിച്ചിരുന്നു. അപ്പൊ അവരെന്ത് പറഞ്ഞു? അവർ ഓക്കെന്ന് പറഞ്ഞു. ഒരു ബ്രാഹ്മണ വേഷമൊക്കെ ചെയ്തിരുന്നു ഞാൻ. അതൊക്കെ ചെയ്തിരുന്നു. പക്ഷെ അതൊക്കെ ഓക്കെയാണ്. പക്ഷെ എല്ലാ സിനിമ ഇറങ്ങാറില്ല. 2-3 സിനിമ അഭിനയിച്ച് ഇറങ്ങിയിട്ടില്ല ഇതുവരെ. അത് ആ സമയത്തുള്ള ചിലപ്പോൾ പ്രൊഡ്യൂസർ ഏതെങ്കിലും പ്രശ്നം ഉണ്ടാവും, അതൊക്കെ ഇറങ്ങൂല. നമ്മളെ വിധി. അതോടെ ആ തീരുമാനം വിട്ടു. അങ്ങനെ അതിൻ്റെ ബാക്കിൽ പോകുന്ന പരിപാടി നിർത്തി. കിട്ടിയാൽ ചെയ്യാം. വീട്ടിൽ നിന്ന് അപ്പോൾ ചീത്തൊന്നും പറഞ്ഞില്ല ഇങ്ങനെ കൊണ്ടാ പൈസ കളയുന്നതിന്? അതെൻ്റെ പൈസ ആയതുകൊണ്ട് ചീത്ത പറഞ്ഞില്ല. വാപ്പാൻ്റെ പോക്കറ്റിനടുത്താണ് നല്ല ഇടി കിട്ടും. ഇടി പാർസൽ ഇട്ടി. ആരും ഒന്നും ചോദിക്കുകയും ചെയ്തില്ല. സ്വന്തം പൈസ ആയതുകൊണ്ട് പ്രശ്നം വന്നില്ല. അപ്പൊ ഇനി എന്താ പ്ലാന്? സിനിമയാണോ ഫോക്കസ് ചെയ്യുന്നത്? ഇല്ല, ഒപ്പയാണോ ഫോക്കസ് ചെയ്യുന്നത്? ഒപ്പം ഫോക്കസ് വെച്ചാൽ അത് സൈഡിലുണ്ട്. പക്ഷെ മ്യൂസിക്കായിട്ട് കൊണ്ടുപോകണം. നല്ലൊരു എന്താ പറയുക, ഇതൊക്കെ ചെയ്യണം. സ്റ്റേജ് പെർഫോമൻസ് ചെയ്യണം. നല്ല സോങ് കൊണ്ടുവരണം. ആൾക്കാർക്ക് ഇഷ്ടപ്പെടുന്ന സോങ് കൊണ്ടുവരണം. റാപ്പ് തന്നെ സാധാരണ സോങ് കൊണ്ടുവരണം. അത് ഞാൻ തെളിയിക്കും. 2026 മുതൽ ഞാൻ നല്ല സോങ് കൊണ്ടുവരും. ഒക്കെ കാസർഗോഡ് സ്ലാങ് ആവോ? കാസർഗോഡ് ഭാഷയിൽ റാപ്പ് കൊണ്ടുവന്ന് അടുക്കൂല. അത് മനസ്സിലായി. അതുകൊണ്ട് നല്ല ഞങ്ങൾ നോർമലി മലയാളം സ്ലോ നടക്കും. അതുള്ളൂ നടക്കുക. അതേ ഇവിടെ കേൾക്കുള്ളൂ. ഫ്രണ്ട്സിന്റെ ഭാഗത്തുനിന്ന് ആരാ ഏറ്റവും കൂടുതൽ സപ്പോർട്ടും കാര്യങ്ങളൊക്കെ? എൻ്റെ കൂടെ എടുക്കുന്ന 4-5 ചങ്ങായിമാരുണ്ട്. അതും പിന്നെ നാട്ടിലുണ്ടാവും, നമ്മൾ കൂടെ പഠിച്ചവരാട്ടെ, അതൊന്നും കുറ്റം പറയില്ല. പിന്നെ ഫ്രണ്ടിൻ്റെ ഫ്രണ്ട് ആകുമ്പോൾ തുടങ്ങും. കാരണം ഇപ്പം എൻ്റെ ഫ്രണ്ട് അവൻ്റെ ഫ്രണ്ട് ചിലപ്പോൾ അവനെ കൊളുത്തും, പറയും എന്തിനാ ഓൻ്റെ കോപ്പറായി നിൽക്കും, നിൻ്റെ വില പോവും, ഓനാണ് നെക്സ്റ്റു, ഓനെല്ലാവരും കോപ്പറായി പറയുന്നുണ്ട്. പക്ഷേ വണ്ടിയോ പൈസ എന്തെങ്കിലും ആവശ്യം വരുമ്പോൾ എൻ്റെ അടുത്ത് വരും. അപ്പം എൻ്റെ പൊട്ടത്തിരുത്തിനൊന്നും പ്രശ്നമില്ല. മനസ്സിലായോ? ആൾക്കാർക്ക് വേണ്ടെന്താ, ആവശ്യത്തിന് ഉപയോഗിക്കുക. അത് ഫ്രണ്ട്ഷിപ്പല്ലല്ലോ. ഫ്രണ്ട്ഷിപ്പ് പറഞ്ഞാൽ ഒന്നുമില്ലാത്ത സമയത്ത് കൂടെ നിൽക്കുന്നതാണ് ഫ്രണ്ട്ഷിപ്പ്. അതാണ് ഫ്രണ്ട്ഷിപ്പ്. അതാവണം ഫ്രണ്ട്ഷിപ്പ്. അതാണ്. കാരണം ഞാൻ ഏറ്റവും കൂടുതൽ ഞാൻ ഫ്രണ്ട്സിന് വാല്യൂ കൊടുക്കുന്നതാണ്. എന്ത് സംഭവിച്ചാലും എനി ടൈം വിളിച്ചാലും ഞാൻ പോകും. അതെൻ്റെ കുടുംബത്തിലും വിളിച്ചാലും ഞാൻ പോകും. പക്ഷെ എനിക്ക് ഇങ്ങോട്ടൊക്കെ അത് കിട്ടിയിട്ടില്ല, കുറവാണ്. 1-2 പേരുണ്ടാവും കൂടെ എപ്പോഴും. അതെപ്പോഴും ഉണ്ടാവും. ഇപ്പോൾ 1000-ൽ 2 പേരുണ്ടാന്ന് പറയില്ലേ. ഫ്രണ്ട്ഷിപ്പിൻ്റെ വാല്യൂ ഇപ്പോൾ കുറഞ്ഞത് പൈസ കാരണം. ഏതോ ഒരു ഫ്രണ്ടിൻ്റെ ഒക്കെ നല്ല തേപ്പ് കിട്ടിയിട്ടുണ്ടല്ലോ. പെണ്ണോ? അല്ല, ഫ്രണ്ടിൻ്റെ അടുത്ത് നല്ല ഇത്രയും കാര്യമായിട്ട്. സ്വാഭാവികമല്ലേ. നമ്മൾ ഇവിടെ നിന്ന് പറഞ്ഞ കാര്യം അപ്പുറത്ത് പോയിട്ട് പറഞ്ഞാൽ നമുക്കത് കേട്ടാൽ എങ്ങനെ ഉണ്ടാവും? നമ്മളിപ്പോൾ നിന്നെ ഏറ്റവും ഫ്രണ്ടായിട്ട് കരുതിച്ചിട്ടുണ്ട്, നിന്നോട് ഒരു പേഴ്സണൽ കാര്യം എന്നോട് പറഞ്ഞു. അത് അവനെ അറിയുന്ന എങ്ങനെയാ, നീ പറഞ്ഞിട്ട. അതറിയുമ്പോഴുള്ള വിഷമമുണ്ടല്ലോ, അവിടെ ഫ്രണ്ട്ഷിപ്പ് പോയി. പിന്നെ ട്രസ്റ്റ് കിട്ടൂല. അതേത് ലൈഫിലും കിട്ടൂല. അല്ല, അങ്ങനെ കട്ട് ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. പക്ഷെ ഞാൻ പിണങ്ങൂല, ചൊടിച്ച് നിൽക്കൂല. അതേ ഞാൻ നേരത്തെ പറഞ്ഞില്ല, അസ്സലാമു അലൈക്കും വലൈക്കും സലാം. അവരുടെ അടുത്ത് ആ കാര്യം ഒരിക്കലും എക്സ്പെക്ട് ചെയ്തിട്ടില്ല. ഇല്ല. ഫ്രണ്ട്ഷിപ്പിനെ എപ്പോൾ നമ്മൾ അത് എക്സ്പെക്ട് ചെയ്യൂലല്ലോ. അതുകൊണ്ടല്ലേ നമ്മൾ പറയുന്നത്. ഇപ്പൊ ഇതില് ഹീറോയിനായിട്ട് അന്ന് അസിമോളനെ വിളിക്കാൻ കാര്യം എന്തായിരുന്നു? ഫ്രണ്ട്സ് ആയിരുന്നു? അവളെ എൻ്റെ നാട്ടുകാരെയാണ്. എൻ്റെ എന്താ പറയുക, ഫ്രണ്ടിൻ്റെ സിസ്റ്ററാണ്. പിന്നെ നാട്ടുകാരെയാണ്. പിന്നെ അവൾ ഈ ഫീൽഡിലുള്ളതെന്നാണ് അവൾ വിളിച്ചത്. പിന്നെ അവൾക്ക് ഏറ്റവും കൂടുതൽ നെഗറ്റീവിൽ പോകുന്നൊരു വ്യക്തിയാണ്. അപ്പോൾ അവളോട് ഞാൻ ഓൾറെഡി ചോദിച്ചു ഓക്കെ ആണെന്ന്. അപ്പോൾ ഓക്കെ ആണെന്ന് പറഞ്ഞു. അവളെ വിളിച്ചായിരുന്നു. റിലീജിയൻ്റെ കുറച്ച് ഇഷ്യൂസ് ഉണ്ടെന്ന് തോന്നുന്നു. ഉണ്ട്. അത് ഈ ഉള്ള കോസ്റ്റ്യൂം കാര്യമൊക്കെ അവിടെ ചില ഇസ്ലാം വ്യക്തിയെക്കുറിച്ച് കൂടുതലാണ്. ഇസ്ലാമിലൊരു ഇതുണ്ടല്ലോ. അപ്പം ഞാൻ വലിയ ഇസ്ലാം ഉള്ളതുകൊണ്ട് ഞാൻ ഇസ്ലാം അതാണ്. പക്ഷെ നമ്മളത് പേഴ്സണലി വെക്കണം, അതിനെ ആക്ഷേപിക്കാനൊന്നും പാടില്ല. അപ്പോൾ ചില ആ ഒരു പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. ഓപ്പൺ സാരി ഒന്നും ഇതിൽ പാടില്ലല്ലോ.
ഇസ്ലാമിൽ ഔറത്തെന്ന സംഭവമുണ്ട്. ഇതൊക്കെ മറക്കണം, ഇത്രയൊക്കെ മറക്കണം. അപ്പം അതൊക്കെ ചെയ്യുമ്പോൾ അസിയ ചിലപ്പോൾ ചെയ്യാറുണ്ടായിരുന്നു തോന്നുന്നു. അപ്പം അങ്ങനെ പറയുന്നതുണ്ടാവും. എക്സ്പോസ് ആയിട്ട് ചെയ്യുന്നുണ്ടായിരുന്നു. നമ്മൾ എക്സ്പോസ് ചെയ്യാറില്ല, പക്ഷേ ഡ്രസ്സൊക്കെ ടൈറ്റ് ഇടുമ്പോൾ ആൾക്കാർക്ക് പറയുന്നുണ്ടാവും. അതിനായിരിക്കും അവൾ പറയുന്നത്. അവിടെ പർദ്ദ കൂടുതലാണ് പെണ്ണുങ്ങൾ. ഇപ്പോഴാണ് കുറച്ച് മോഡേണായിട്ട് വരുന്നുള്ളത്. അങ്ങനെ പിള്ളേരൊക്കെ പുറത്ത് പോയി പഠിക്കാൻ തുടങ്ങിയില്ലേ, അതുകൊണ്ട് മാറ്റം. ഇത് ഇറങ്ങിയതിന് ശേഷം അവള് വിളിച്ചിട്ടുണ്ടായിരുന്നോ? അധികം ചീത്തൊന്നും നെഗറ്റീവ് കമന്റ് ഒന്നും വന്നില്ല എന്ന് പറഞ്ഞു. ചീത്ത ഉണ്ടെന്നല്ലേ? ഉണ്ട് നല്ലേ? അല്ല, ഫസ്റ്റ് വെർഷന്റെ അത്ര കുറവല്ലേ? കുറവാണ്. കാരണം ജാസിക്ക് പോയി, അവൾക്കില്ല. അവൾ ഇത് യാതൊരു ബന്ധമില്ല. അതെ, ജാസിക്ക് പോയതാ മൊത്തം. എൻ്റെ മോഹോ ജാസി വിളിച്ചിട്ട് എന്താ പറഞ്ഞേ? ജാസി നിനക്ക് നല്ല സന്തോഷമായില്ലേ ചോദിച്ചു. അല്ല നീ ഹാപ്പി അല്ലേ ചോദിച്ചു. ഞാൻ ഹാപ്പിയാ, വർക്കെല്ലാം നല്ല റീച്ച് ആയില്ലേ? ആ നല്ല അങ്ങനെ ചോദിച്ചില്ല. കാരണം വെച്ചാല് ആ ഒരു കട്ട് മാത്രം എൻ്റെ തന്നെ 5 ലക്ഷം ഷെയർ മാത്രം പോയിട്ടുണ്ട്. ഷെയർ മാത്രം, വ്യൂസ് അല്ല, 5 ലക്ഷം ഷെയർ അവളത് ആ കട്ട് മാത്രം പോയിട്ടുണ്ട്. ജാസിന്റെ മാത്രം പോർഷന്. ആ കട്ടൻ എത്രയോ ആൾക്കാർ റീപോസ്റ്റ് ചെയ്തിട്ടുണ്ട്. നമുക്ക് വ്യൂസ് അല്ല അവിടെ നോക്കി, ആ ഷെയറാണ്. കാരണം ഈ വർക്കിന് ഏറ്റവും കൂടുതൽ പോയ ഷെയറാണ്. ജാസിന്റെ കട്ട് അത്ര പോയിക്കിടും. അതുകൊണ്ട് അവള് വിളിച്ച് ചോദിച്ചു, നിങ്ങൾക്ക് ഹാപ്പി അല്ല? ഞാൻ ഹാപ്പിയാണ്. നീ ഉദ്ദേശിച്ച പോലെ കിട്ടിയോ? ആ കിട്ടി, അപ്പോൾ സെറ്റ്. അല്ലാണ്ട് തെറി വരാനോ എന്ത് പറയുക മോശിക്കാൻ തോന്നിയിട്ടൊന്നുമില്ല. ഓൾക്ക് അങ്ങനെ ഇത് തോന്നിയിട്ടൊന്നുമില്ല. മണവാളൻ കണക്ഷൻ എങ്ങനെ? ഞാനോ നല്ല ഫ്രണ്ടാണ്. അണ്ണ പറഞ്ഞത് ഇപ്പോൾ WF അല്ലേ? എന്താണ് ഓനിപ്പോ ഗുസ്തി കൊണ്ട് നടക്കുന്നല്ലേ. ആ ഗുസ്തിനെ കുറിച്ച് എന്താ പറയാനുള്ളത്? ഗുസ്തി നല്ലൊരു ചെക്കൻ്റെ അടുത്ത് പോയാൽ മഞ്ഞക്കിടും. മണവാളനെയാ? അല്ല, ഗുസ്തി അത് ഓൻ്റെ പ്രൊഫഷണലായിരിക്കും. അത് പ്രൊഫഷണലായി തന്നെ കൊണ്ടുപോകണം. അല്ലാണ്ട് ഇപ്പോൾ ഓനെ അങ്ങനെ ചെയ്തതെന്ന് എനിക്കറിയത്തില്ല. അഥവാ ഒരു ഡ്യൂപ്ലിക്കേറ്റ് വ്യക്തിനെ വെച്ചിട്ട് അതുപോലെ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് മോശമുള്ള പരിപാടിയാണ്. ഒരിക്കലും ഞാൻ ചോദിക്കൂല. അവന് ചെയ്ത കാര്യമില്ല, നമ്മളോട് ചോദിച്ചിട്ടല്ല അവൻ ചെയ്യുന്നത്. അവനക്ക് വ്യൂസ് കിട്ടാൻ വേണ്ടി അവൻ ചെയ്തിട്ടുണ്ടാവും. പക്ഷെ അത് സത്യമായിരിക്കും, ചിലപ്പോൾ കള്ളായിരിക്കും. പക്ഷെ അവന് വെല്ലുവിളിച്ച ആൾക്കാരുടെ മുമ്പിൽ ഓൻ പോയിട്ട് ചെയ്താൽ സെറ്റാവും. കാരണം ചെയ്യണം, തെളിച്ച് കാണിക്കണം. അന്ന് ഓൻ ചോര തുപ്പിയാലും പ്രശ്നമില്ല. എന്തറിയോ, വെല്ലുവിളി ഏറ്റെടുത്തു എന്ന് ആൾക്കാർക്ക് തോന്നും. പക്ഷെ അന്ന് പഞ്ഞി കെട്ടിച്ച് മരിച്ചു പോയത് തോന്നുന്നു, പറയാൻ പറ്റില്ല. കാരണം ഇത് ഈ നാടൻ തല്ല് പോലെയല്ല, അത് ഇട്ട് പഞ്ഞിക്കിടും. ഒരു ഊഹം വെച്ചിട്ട് എന്താ തോന്നുന്നു, ആരുടെ ഭാഗത്താവും ശരിയോ ആ സംഭവം? എനിക്ക് തോന്നുന്ന അവൻ്റെ എതിർപക്ഷത്തുള്ളത് ആയിരിക്കും. കാരണം ഭൂരിഭാഗം അങ്ങനെയാ പറയുന്നത്. ആ വ്യക്തിയും അങ്ങനെ തന്നെയാ പറയുന്നത്. എന്നോട് അങ്ങനെ പറയുന്നു, ഇങ്ങനെ പറയുന്നു, പൈസ തന്നിരുന്നു. അപ്പൊ പിന്നെ പറഞ്ഞ കാര്യമില്ലല്ലോ. അതേപോലെയല്ലേ ഇപ്പൊ ബിഗ് ബോസിലുള്ളത്. ബിഗ് ബോസിൽ ഒരു വീഡിയോ കണ്ടായിരുന്നല്ലോ, ബിഗ് ബോസിലോട്ട് ഞാൻ എന്നെ വിളിച്ചിരുന്നു. ശരിക്കും എന്റെ പൊന്നെ, ബിഗ് ബോസിൽ എന്നെ വിളിച്ചിരുന്നു. എന്റെ ഉപ്പ കണ്ടിട്ട് വിളിച്ചതാ. പക്ഷെ കാസർഗോഡ് ആരും ബിഗ് ബോസിൽ എടുക്കുന്നില്ല. എന്റെ ജീവിതത്തിൽ ഞാൻ കണ്ടിട്ടില്ല. എന്തെന്നറിയില്ല, ലാലേട്ടൻ എന്തോ ചോടിയുണ്ടെന്ന് തോന്നുന്നു കാസർഗോട്ടാരോട്. ഇയാളെ ഒരു മനുഷ്യന് കാസർഗോട്ട് ഒരു വ്യക്തിനെ എടുത്തിട്ടുണ്ട് ഞങ്ങൾക്ക് സന്തോഷം. 14 ജില്ലയുണ്ട്, അതിൽ ബാക്കി എല്ലാ ജില്ലക്കാരും വന്നിരുന്നു. കണ്ണൂർന്ന് വരെ വന്നിരുന്നു. അല്ല, കണ്ണൂർന്ന് വരെ വന്നിരുന്നു. കാസർഗോഡ് എന്താ ജില്ലയല്ലേ? എന്താ കർണാടക ബോർഡർ ആയതുകൊണ്ടാണോ? എത്ര കലാകാരന്മാരുണ്ട് അവിടെ, പക്ഷെ എടുത്തില്ല. എന്നെ വിളിച്ചിരുന്നു, പക്ഷെ ലാലേട്ടൻ അറിഞ്ഞിട്ടില്ല. ലാലേട്ടൻ അറിഞ്ഞിട്ടില്ല, എന്നെ വിളിച്ചിരുന്നു. അത് എഡിറ്റാന്ന് തോന്നുന്നു. വീഡിയോ ഒക്കെ ഞാൻ ഓർത്ത് ഇനി സിനു ആണോ പോകുന്നേ? ഞാൻ പോയിട്ട് മലക്കം അറിയട്ടെ. അല്ല, ഓർക്കും മനസ്സിലാവില്ല, ഞാൻ പറഞ്ഞ ഓർക്കും മനസ്സിലാവില്ല. അങ്ങനത്തെ അവസ്ഥ. അതിൽ എന്നിട്ട് ചോദിച്ചിട്ട് വീഡിയോ ചെയ്തായിരുന്നില്ല, ഞാൻ ബിഗ് ബോസിൽ പോണോ വേണ്ട, എന്താണ് നിങ്ങളുടെ അഭിപ്രായം? ഭൂരിഭാഗം പോവാനാ പറഞ്ഞത്. പ്രേക്ഷക പ്രതികരണം പോവാനാ. കാരണം അതിലുള്ള ഇപ്പോഴുള്ള കണ്ടസ്റ്റന്റ് മൊത്തം കോപ്രായ. അതുകൊണ്ട് നീ പോയിക്കോന്ന് പറഞ്ഞതാ. നല്ല രീതിയിലുണ്ടെങ്കിൽ എന്നോട് പോകണ്ടെന്ന് പറയട്ടെ. അടുത്ത പ്രാവശ്യം പോകണമെന്ന് ആഗ്രഹമുണ്ട്. വിളിക്കണായിരുന്നു. അല്ല, എന്നെ വിളിച്ചില്ല, സാരില്ല. കാസർഗോഡത്തെ ഒരാളെ വിളിക്കണം, ഏതെങ്കിലും ഒരു വ്യക്തിനെ വിളിക്കണം. ആര് പറ്റില്ല എന്നെ വിളിച്ചോ, ഞാൻ പോകും അടുത്ത വർഷം. ഇപ്രാവശ്യമില്ലേ മറ്റേ ബിഗ് ബോസിന്റെ കപ്പ് അനുമോൾക്ക് തന്നെ ഡിസർവിങ് ആയിരുന്നു എന്ന് തോന്നി. കാണുമായിരുന്നോ? പാവം, അത് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. പിന്നെ നമുക്ക് ബാക്കിൽ കളിക്കുന്ന കാര്യം നമുക്കറിയില്ല. നമുക്ക് കണ്ണിൽ കാണാത്ത നമ്മൾ വിശ്വസിക്കാൻ പാടില്ല. ബാക്കിൽ പലതും ഉണ്ടാവും, പല കാര്യങ്ങളും ഉണ്ടാവും. പക്ഷെ അനുമോൾക്ക് കിട്ടേണ്ടത് തന്നെയാണ്. അനീഷും പാവമാണ്. അനീഷിന് ഞാൻ കുറ്റം പറയുന്നില്ല. പക്ഷെ എന്താ പറയുക, വിധി. വേറെ ആരെങ്കിലും അതിൽ പേഴ്സണലായിട്ട് അറിയുന്ന ആരെങ്കിലും ഉണ്ടായിരുന്നു? പേഴ്സണലി അറിയുന്നത് അക്ബറിന് അറിയുന്നുണ്ടായിരുന്നു. പക്ഷെ അങ്ങനെ വലിയ കോണ്ടാക്ട് അല്ല. അക്ബറിന് അറിയാം, നമ്മൾ മ്യൂസിക് ഫീൽഡിലുള്ളതുകൊണ്ട് അക്ബറിന് അറിയാം. പിന്നെ അങ്ങനെ അറിയുന്നതുണ്ടായിട്ടില്ല. പുള്ളിയുടെ ഗെയിമും കാര്യങ്ങളും ഇഷ്ടമായിരുന്നു? ഇഷ്ടമായിരുന്നു. ഓക്കെയാണ്. ആരെയും ഇഷ്ടമില്ലാത്തുണ്ടായിരുന്നു അതിലോ?
അത് അങ്ങനെ പറയില്ല, ശത്രുതായി പോകും. ഇഷ്ടമില്ലാത്ത ആൾക്കാരുണ്ട്, കുറേ ആൾക്കാരുണ്ട്, പെണ്ണുങ്ങളാണ് അതിലുള്ള. പക്ഷെ പേര് ഞാൻ പറയൂല. നാളെ മറ്റന്ന് എന്തെങ്കിലും വർക്ക് വന്നാൽ പ്രശ്നമാവും. റൗണ്ട് ആയിട്ട് വന്നിട്ട് ചിലപ്പോൾ നായികയായിട്ട് വന്നാലോ പറയാൻ പറ്റൂല. അന്ന് നീ ഇന്റർവ്യൂവിൽ ഇങ്ങനെ പറഞ്ഞു പറഞ്ഞാൽ എന്താ ഇഷ്ടമല്ലാതിരിക്കാൻ? നെഗറ്റീവ് എന്താ? ആളെ പറയണ്ട എന്നില്ല, ഈ നാവിന്റെ പ്രശ്നം മാത്രമേ ഉള്ളൂ, വേറെ പ്രശ്നമൊന്നുമില്ല. പറയേണ്ട സ്ഥലത്ത് നല്ലതുപോലെ പറയണം. കാരണം പബ്ലിക്കിലാണ് നമ്മൾ പറയുന്നല്ലേ, പബ്ലിക് പ്ലാറ്റ്ഫോമിൽ പല ആൾക്ക്, ചെറിയ കുട്ടികൾ വരെ വലിയ ആൾക്കാർ കാണുന്നുണ്ട്, വിലയിരുത്തും. അത് മാത്രമേ ഉള്ളൂ, വേറെ പ്രശ്നമൊന്നുമില്ല. ആ വീഡിയോ എന്തായാലും ഫേക്ക് ആയിരുന്നു. ഏത് ബിഗ് ബോസ് അല്ലേ? അതിലേക്കാണ്. അങ്ങനെ എന്തൊക്കെ ഫേക്ക് വീഡിയോസ്? അങ്ങനെ ഫേക്ക് ഒന്നുമില്ല. എനിക്ക് ശരിക്കും പറഞ്ഞാൽ വന്നിരുന്നതാണ് പറയുന്നത്. പക്ഷെ എനിക്ക് മെയിൽ വന്നിട്ടില്ല. പക്ഷെ എൻ്റെ പേര് അവിടെ, എൻ്റെ പേര് അവിടെ വന്നിരുന്നാണ് പറയുന്നുണ്ട്. പക്ഷെ എനിക്ക് മെയിൽ വന്നിട്ടില്ല. അത് ഏഷ്യാനെറ്റിന്റെ ആ ഇതുണ്ടാവൂലേ, എന്താ പറയാ, ഏഷ്യാനെറ്റിന്റെ ഏതോ ഗോസിപ്പ് ചാനൽ ഉണ്ടാവൂലേ, അപ്പൊ നമ്മള് വിശ്വസിക്കൂല. അതേതാ പറഞ്ഞത്. ശരിക്കും അത് കണ്ട് വിശ്വസിച്ചാണോ? ആഗ്രഹം ഉണ്ടാവൂലേ, ആഗ്രഹം കൊണ്ടല്ലേ വിശ്വസിക്കുന്നത്. ഞാനോർത്ത ഒഫീഷ്യലി എന്തെങ്കിലും ഇൻഫർമേഷൻ മോഹൻലാൽ നേരെ വിളിക്കുന്നു വിചാരിച്ചു. മോർണിംഗ് ഡെയിലി നോക്കൂ, പുതിയ നമ്പർ കാണൂ. ചിലപ്പോൾ 2255 അയക്കുന്നത് പണ്ട് പറയാറില്ല, 2255 അങ്ങനെ ഒരു നമ്പർ വന്നു. ഞാൻ തിരിച്ചു വിളിച്ചു. അപ്പൊ ഇത് ഇൻഷുറൻസ് ഓഫീസിലാണ്, അപ്പൊ ഇങ്ങനെ വണ്ടീന്റെ ഇൻഷുറൻസ് കഴിഞ്ഞിട്ടത്. അങ്ങനെ വിളിച്ചു, ലാലേട്ടൻ. പക്ഷെ 2255 ചുമ്മാ ഓർത്തതാണ്. നമ്മളിങ്ങനെ ഇതുണ്ട് 2255 ഇപ്പൊ മോഹൻലാലിന്റെ ഒരു ഫേമസ് നമ്പറാണ്. അപ്പൊ അങ്ങനെ വിചാരിച്ചു, അങ്ങനെ കോണ്ടാക്ട് നമ്പർ ലാസ്റ്റ് അതായിരിക്കും വിചാരിച്ചു. അപ്പോൾ നമ്മൾ ചിന്തിക്കുന്നത് എന്താ, ലാലേട്ടനല്ല സ്ട്രൈറ്റ് വിളിക്കുന്നത്. അപ്പൊ ഞാൻ പൊട്ടനായി. മോഹൻലാൽ അല്ലല്ലോ ഇതിൽ വിളിക്കുന്നത്, ഏഷ്യത്തിൽ നിന്നല്ലേ വിളിക്കണ്ടേ. ശരിക്കും ഞാനാ പൊട്ടന്. മോഹൻലാലിനെ വിളിക്കുകയോ? അപ്പൊ സത്യം പറഞ്ഞ പോവാൻ ആഗ്രഹം ഉണ്ടായിരുന്നു, നല്ല ആഗ്രഹമുണ്ട്. അടുത്ത വർഷം ലാലേട്ടൻ എന്നെ കണ്ടിട്ട് കോപ്പറയും കണ്ടിട്ട് ഇഷ്ടപ്പെട്ടിട്ടെങ്കിൽ എന്നെ ലിസ്റ്റിലിട്ടേക്ക്. സെറ്റാണ്. അടുത്ത വർഷത്തെ ബിഗ് ബോസിൽ നീ പൊളിക്ക് തകർക്കും. 2 ദിവസം കൊണ്ട് തിരിച്ചു വരുമോ? ഇല്ലില്ല. എന്തിനാ, ഞാൻ മസ്താനിയാ. അല്ല പറഞ്ഞു. ശരിക്കും വന്നാ ദേ പോയി ഇതാ വന്നു. അതാണ് മസ്താനിന്റെ, അറിയില്ലേ? നല്ല കൈവുണ്ടോണ്ടാ മസ്താനി തിരിച്ചു വന്ന്. ഇഷ്ടമല്ലേ മസ്താനിനെ? എനിക്കെന്താ പ്രശ്നമില്ല, ഞാൻ മസ്താനി യാതൊരു പ്രശ്നമൊന്നുമില്ല. നല്ല ഫ്രണ്ടാണ്. അല്ല പോയി വന്നു മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അല്ല നേരത്തെ കുറെ പേര് ഇഷ്ടമല്ലാന്നും പറഞ്ഞായിരുന്നു. അതില് മസ്താനി പെടൂല്ലല്ലോ. മസ്താനി പോയിരുന്നല്ലേ, അല്ല ബിഗ് ബോസ് പോയിന്ന് പറഞ്ഞു, വന്നതും കണ്ടിട്ടില്ല, അതുകൊണ്ട് ചോദിച്ചതാ. അയ്യോ, ആരാ കാണാത്ത? വേറെ പാട്ടുണ്ടായിരുന്നില്ലേ സിനു എപ്പോഴും പാടുന്ന, മറ്റേ കടുങ്കാപ്പിയോ? അത് പാടാവോ? കടുങ്കാപ്പിയാ? ലിറിക്സ് ഒക്കെ മറന്നിടാ. ചുമ്മാ പാടി നോക്കൂ, കൊറേ നാൾ അത് പാടിയതാണല്ലോ. കടുങ്കാപ്പി കടുങ്കാപ്പി, കടലോളം സ്നേഹം. അതിന്റെ ലിറിക്സ് അറിയില്ല, അത് വിട്ട് 2 ലൈൻ പാട്. എന്നാ വേറെ ഏതെങ്കിലും പാട്ട് അതന്നെ പാടാം. ലിറിക്സ് ഓർമ്മ വന്നാ. പറയാതെ പറയുന്ന കടുങ്കാപ്പി മഴയുള്ള കരളേ നീ കനവുണ്ടൻ കണ്ണിൽ, കടലോളം സ്നേഹം ഉള്ളിലുള്ളിലുണ്ട്, പറയാനായി പലതും ബാക്കി വെച്ചതെല്ലാം, നിന്റെ കടുങ്കാപ്പി മിഴിയൊന്നു കാണാൻ ഞാനും ആ കടലിൻ്റെ കടവത്തു കാത്തു. കൊള്ളാം, പാടാനൊക്കെ അറിയാം. എനിക്ക് എൻ്റെ വോയിസ് ചെറുതാണ്, ചെറിയ വോയിസാണ്, അതുകൊണ്ട് റാപ്പിന് പിടിക്കൂല. ഇങ്ങനത്തെ സോങ്, ഐ മീൻ മെലഡി സോങ്സ് ഒക്കെ പറ്റിയ വോയിസാണ്. പക്ഷെ എനിക്ക് നല്ല ലിറിക്സ് കിട്ടുന്നില്ല, പ്രശ്നം. കാരണം ഞാൻ എനിക്ക് കാസർഗോഡ് ഭാഷ അങ്ങനെ വരുന്നോണ്ടേ നല്ലൊരു ഈ കൽബ് മൊഞ്ച് ഇത് മാത്രമേ കിട്ടുന്നുള്ളൂ. നല്ല ഒരു ലിറിക്സ് വന്ന സെറ്റാവും. എന്നെ വെച്ചിട്ട് ആരെങ്കിലും പാടിക്കുന്നുണ്ടെങ്കിൽ ഞാൻ നല്ല പോലെ പാടിക്കും, എനിക്ക് പൈസ ഒന്നും വേണ്ട. എനിക്ക് നല്ലൊരു ലിറിക്സ് മ്യൂസിക് കിട്ടിയാൽ ചെയ്തു കൊടുക്കും. പിന്നെ എല്ലാ വീഡിയോയുടെയും സ്റ്റാർട്ടിങ്ങിൽ പറയാറില്ലേ എന്ത് കഥ മജാലുണ്ടാ? എന്താ വെച്ചാൽ അറിയില്ലേ, എന്ത് വിശേഷം, സുഖാലുണ്ടോ? അതാണ്, അത് നാട്ടിലത്തെ ഒരു വാക്കാണ്. പക്ഷെ അത് എല്ലാവരും ചോദിക്കുന്ന വാക്ക്, എന്ത് കഥടാ, മജാലുണ്ടാ, അങ്ങനെ ചോദിക്കുന്ന വാക്ക്. പക്ഷെ അത് എൻ്റെ സോങ്ങിൽ ഞാൻ അത് കൊണ്ടുവന്നു. ഐ മീൻ നമ്മളെന്താ പറയല്, ഫസ്റ്റ് എന്താ പറയല്, എന്ത് സുഖമാണോ അങ്ങനെയല്ലാന്ന് നമ്മൾ വീഡിയോ ചെയ്യുമ്പോൾ അല്ല ഗൈസ് എങ്ങനെ പറയാനല്ലേ, ഇൻട്രൊഡക്ഷൻ. അത് എൻ്റെ ഇൻട്രൊഡക്ഷൻ ആയിട്ട് മാറി. എന്ത് കഥ മജാലുണ്ടാ,
ആ രീതിയിൽ അത് വെച്ചിട്ട് ഒരു ഇൻട്രോ പറഞ്ഞേ. എന്തൊക്കെ മജാനുണ്ടാ യൗപ്പ ഈസ് ബാക്ക്. കൊള്ളാം കൊള്ളാം. ഈ ക്യാപ്പില്ലേ, ഇത് ഞാൻ വന്നപ്പോ ചോദിക്കണം എന്ന് വിചാരിച്ചു. ഇതെന്ത് ഇങ്ങനെ ഇരിക്കണേ? ഇത് ക്യാപ്പല്ലല്ലോ, അത് പിന്നെന്താ? ഇതെന്റെ മുടിയാണ്. അല്ല, ഇവിടെ മറ്റേ ബാൻഡ് ഉണ്ട്. അത് ബാൻഡ് കെട്ടിയതാ, മുടി താഴെ പോകുന്നോണ്ട് കെട്ടിയതാ. അല്ല, എന്താ ഇതാണോ മുടിയുടെ കളറാണോ? ഞാൻ ഇടയ്ക്ക് കളർ മാറ്റും. ഇത് യൗപ്പ വേർഷനാ. കാരണം യൗപ്പ സെക്കൻഡ് ഇറങ്ങി. വലിച്ചു നോക്കൂട്ടോ. അതിന്റെ മുടി വിഗ അല്ല, വലിച്ചു നോക്കാൻ പറ്റുമോ? അത് ക്യാപ്പാണ്, കണ്ടാ മനസ്സിലാവും. എനിക്ക് തോന്നുന്നത് ബിഗാണ്, കളറൊക്കെ ഉണ്ട്. ആ ഗ്ലാസ് എന്റെ കളർ ഒരേ കളറാ, അന്റെ അങ്ങനെയല്ല. അന്റെ കറുപ്പ് മാത്രമല്ല. ഗ്ലാസ് ഇങ്ങനെ മാറ്റി നോക്കാം, അപ്പൊ മനസ്സിലാവും. കണ്ട, അത് ക്യാപ്പിന്റെ അവിടെ ഇരിക്കണേ. അപ്പൊ മനസ്സിലായില്ലേ? ഇനി പറയാ, ഇനി സത്യാവസ്ഥ പറ. ഇതൊരു ഹെയർ ക്യാപ്പാണ്. അതന്നെയല്ലേ ഞാനും ചോദിച്ചത്. കളറിങ് യൂസ് ചെയ്യുന്ന പകരം എന്താ പറയാ യൂസ് ചെയ്യുന്ന സാധനമാണ്. ഇതിന്റെ കുറെ കളർ. ഇത് ഞാൻ യൗപ്പാക്ക് വേണ്ടിയിട്ട് ക്രിയേഷൻ ആക്കിയതാ. ഇപ്പോൾ പല ആൾക്കാരും ഇടാൻ തുടങ്ങി. നാട്ടിൽ എൻ്റെ ഫ്രണ്ടിൻ്റെ ഷോപ്പുണ്ട്, വാട്സപ്പ് എന്ന് പറഞ്ഞിട്ട്. ഈ ആക്സസറീസ് മൊത്തം എൻ്റെ കൂടുതലുള്ള ആക്സസറീസ് ഒക്കെ ഇല്ലേ, അവൻ ഇമ്പോർട്ടൻ്റ് ആക്കിയിട്ട് അവൻ തന്നെ ക്രിയേഷൻ ആക്കിയിട്ട് കൊണ്ടുത്തരും. അതാണ് നമ്മളെ കാസർഗോഡത്തെ വാട്സപ്പ്. ഒരു ഷോപ്പേ ഉള്ളൂ, വേറെ ഷോപ്പില്ല. കാസർഗോഡത്തെ ആൾ മൊത്തം അവിടെ പോയിട്ട് ഈ കോപ്പറ സാധനമെല്ലാം നല്ല സെറ്റായിട്ട് വരും. കാണുമ്പോൾ അങ്ങനെ നോക്കി ഇല്ലേ, ബ്രാൻഡ് സാധനം. ഇത് ബുദ്ധനല്ലടാ, സാധനം എനിക്കറിയില്ല. ഇതിന്റെ കമ്പനി പേര് എന്തോ സാധനം, ബ്രാൻഡ് സാധനം. ഈ തല കാര്യമായ ബ്രാൻഡ് ഒക്കെ വയല് കിട്ടൂല. കാരണം ഞാൻ അത്ര വലിയ അമേരിക്കയിൽ പഠിച്ചോണ്ടേ വലിയ എഡ്യൂക്കേഷൻ ഇല്ല. അതെ അതെ അതെ. അപ്പൊ ഇതപ്പൊ ക്യാപ്പാണ്. ഇതിന്റെ കളർ മാറ്റാൻ പറ്റുമോ? ഇല്ല, വേറെ ഇടണോ? വേറെ ഇടണം. ഇങ്ങനെ ഒരെണ്ണം ഉള്ളൂ? ഇത് ഒരെണ്ണം, രണ്ടെണ്ണം ഉണ്ട്. ഇടയ്ക്ക് അത് വാശാക്കുമ്പോൾ ഇത് വാശാക്കും. ഈ വർക്കിന് മാത്രമേ എടുക്കുള്ളൂ, ഇനി എടുക്കൂല. യൗപ്പാൻ്റെ ഒരു എന്താ പറയുക സിഗ്നേച്ചർ മാത്രമേ ഉള്ളൂ, അല്ലാണ്ട് ഇടാറില്ല, കുറവാ. പിന്നെ ഇതിടുമ്പോൾ എൻ്റെ ഒരു സിഗ്നേച്ചറായി തോന്നി, കാരണം ഞാൻ കൊണ്ടുവന്നല്ലേ, ഫസ്റ്റ് കൊണ്ടുവന്നത് ഞാനാ. പിന്നെ ഇപ്പോൾ കുറേ ആൾക്കാർ ഇടുന്നുണ്ട്, ഇതേ കളറാണ്. എന്നാലും ഇത് സിനുവിന്റെ പ്രൊഡക്റ്റ് ആണ്. എനിക്ക് ഭയങ്കര ഇഷ്ടം, എനിക്കൊരു ആപ്റ്റായിട്ട് തോന്നുന്നു. പക്ഷെ കളർ ചെയ്യുമ്പോൾ മുടിക്ക് ഡാമേജ് അല്ലേ, ഇതാകുമ്പോൾ പ്രശ്നമില്ല, ആവശ്യം യൂസ് ആകില്ല വെച്ചറിയാം. അപ്പൊ ഇതൊക്കെയാണ് സിനുവിന്റെ വിശേഷങ്ങൾ. ഇങ്ങനെയാണ് കോപ്രായങ്ങൾ പോകുന്നത്. ഇനി അപ്പം നമുക്കൊരു യപ്പ 3 പ്രതീക്ഷിക്കാം. നല്ലോണം പ്രതീക്ഷിക്കാം, പക്ഷെ ടൈം എടുക്കും. ഓക്കെ, ടൈം എടുക്കാൻ ഞങ്ങൾ വെയിറ്റിംഗ് ആണ്. ഞങ്ങള് മൂന്നാമത്തത് കേരളത്തിലേക്ക് പോകണം. അതെ, സണ്ണി ചേച്ചീനെ കൊണ്ടുവരണം. അപ്പൊ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന നമ്മുടെ ഓഡിയൻസിന്റെ അടുത്ത് എന്താ പറയാനില്ല? യപ്പ 3ക്ക് വേണ്ടി സ്കാനർ തരും, കാരണം സണ്ണി ചേച്ചിനെ കൊണ്ടുവരാൻ കുറേ പൈസ ഉണ്ട്. അത് നിങ്ങളെല്ലാവരും സഹകരിച്ചാൽ യപ്പ 3 ഇറക്കാൻ പറ്റും. അപ്പൊ നിങ്ങളെ സഹകരണം വേണം. കേരളത്തിലെ മൊത്തം മലയാളികൾ വിചാരിച്ചാൽ എത്ര കോടി ജനങ്ങൾ? 2.5 കോടി ജനങ്ങളിൽ ഉറുപ്പ് വെച്ച് തന്നാൽ മതി. നിങ്ങളെല്ലാം സഹായിക്കുന്നു വിചാരിക്കുന്നു. ഉറുപ്പ് വെച്ച് തന്നാൽ 2.5 കോടി ആയില്ലേ? അതിൽ 1.5 കോടി കൊടുത്താൽ 50 ലക്ഷം ലാഭമായി. അപ്പൊ ഇതാണ് പ്രേക്ഷകരോട് പറയാനുള്ളത്. അപ്പൊ ഇനി അടുത്ത യപ്പ 3യുടെ വിശേഷങ്ങളുമായിട്ട് നമ്മൾ സിനുവായിട്ട് അടുത്ത ഇന്റർവ്യൂവിൽ കാണുന്നതായിരിക്കും. അപ്പൊ സിനു, ഓൾ ദി ബെസ്റ്റ്. അയ്യോ.